സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണുള്ളത്. എൻ്റെ സുഹൃത്ത് കടുത്ത പുകവലിക്കാരനാണ്. അവൻ എങ്ങനെ തടയാൻ ശ്രമിച്ചാലും അയാൾക്ക് കഴിയില്ല. മാത്രമല്ല, ഇത് മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ നശിപ്പിക്കുമെന്ന് കരുതുന്നതിനാൽ അവരോട് പറയാൻ അവൻ ഭയപ്പെടുന്നു. എന്താണ് ചെയ്യാൻ ഞാൻ അവനെ ഉപദേശിക്കേണ്ടത് എന്നാണ്. ആദ്യം നമ്മൾ ഈ പുകവലി എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വിരോധിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്ന തെളിവ് എന്താ വെച്ചാൽ ഉഹില്ല ലഹുമു ത്വയ്യിബ, നല്ലതിനെയാണ് അനുവദിച്ചത്, വിശിഷ്ടമല്ലാത്തതിനെ എന്ത് ചെയ്തു, വിരോധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, പുകവലി എന്ന് പറയുന്ന ഈ ഒരു ദുശ്ശീലത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ഒരാൾ പറയാണ്, ഒരു ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഒരു മൂഡ് കിട്ടുന്നുണ്ട് ഇത് വലിക്കുമ്പോൾ എന്നാണ് ഒരാൾ പറയണതെങ്കിൽ എല്ലാ തിന്മകൾക്കും ഉള്ളതാണ്. ഒരാൾ മ്യൂസിക് കേൾക്കുമ്പോൾ, ഒരാൾ വ്യഭിചരിക്കുമ്പോഴും, ഒരാൾ പോൺ സൈറ്റ് കാണുമ്പോഴും, എന്ത് തിന്മ ചെയ്യുമ്പോഴും അയാൾക്ക് അതിലെന്തുണ്ടാവും, ആ സമയത്തൊരു റിലാക്സേഷൻ കിട്ടും. അത് തിന്മകളുടെ പൊതു സ്വഭാവമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അനുവദനീയം പറയാൻ പറ്റില്ല. പിന്നെ ശാരീരികമായ ശരീരശാസ്ത്രത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ, ഡോക്ടേഴ്സ്, എല്ലാ ആളുകളും പറയുന്നു പുകവലി ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വരാവുന്ന മാരക രോഗങ്ങൾ ഏതാണോ ആ രോഗങ്ങൾക്കുള്ളൊരു കാരണമാണ് പുകവലി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ സുഹൃത്തിനെ ഇത് മാറണം. ചില ആൾക്കാർ പറയും ഈ പുകവലിക്കുക എന്ന് പറയണ ഒരു ദുശ്ശീലം മാത്രമേ എനിക്കുള്ളൂ. നമ്മൾ പുകവലിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് അയാളുടെ തകർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. ഇപ്പോൾ ഞാൻ പുകവലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും അതോടുകൂടെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. പുകവലിക്കുന്നൊരു ഡോക്ടർ, പുകവലിക്കുന്നൊരു അധ്യാപകൻ, പുകവലിക്കുന്നൊരു മൗലവി, ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു തൻ്റെ ഇച്ഛകളെ അടക്കി വെക്കാൻ പറ്റാത്ത, ഏത് ദുശ്ശീലങ്ങളെയും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമില്ലാത്തവൻ എന്നേ നമുക്ക് പുകവലിക്കുന്ന ഒരുത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം കഴിച്ചാൽ അതെൻ്റെ ശരീരത്തിന് തകരാറ് വരുത്തും എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ള രുചിയുള്ള ഭക്ഷണം നിർത്തി എഴുന്നേറ്റ് പോകാൻ കഴിയുക എന്നുള്ളത് എന്താണ്, അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ നിയന്ത്രണമാണ്. അത് സാധ്യമാകുമ്പോഴേ നിങ്ങൾക്കൊരു വ്യക്തിത്വമുള്ളൂ. മനസ്സിലായി? അതല്ലാതെ നല്ല ഭക്ഷണം വിചാരിച്ചിട്ട് എല്ലാം ഉള്ളത്ത് പുറത്തേക്ക് വരുന്ന വരെ ഭക്ഷിക്കുന്നതിൽ എന്ത് മാന്യതയാണുള്ളത് എന്ന രൂപത്തിൽ ക്യാൻസർ വരുത്തുന്ന, മാരകമായ രോഗങ്ങൾ വരുത്തുന്ന, ലങ്സിന് ദ്വാരം വീഴ്ത്തുന്ന, ഞരമ്പുകളൊക്കെ ബ്ലോക്ക് സംഭവിക്കുന്ന, അടുത്ത് നിൽക്കുന്നവന് ദുർഗന്ധം വരുത്തുന്ന, ഭാര്യയ്ക്കൊരിക്കലും കൂടെ ജീവിക്കാൻ കഴിയാത്ത, ഒരു ചെറിയ കുട്ടിക്കൊന്ന് അടുത്തേക്ക് വാപ്പാന്ന് വിളിച്ച് വരാൻ പറ്റാത്ത, ഇത്രയും മാരകമായിട്ടുള്ള മറ്റു ലഹരികളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന, വലിച്ചു വിടുമ്പോൾ തൊട്ടടുത്തുള്ളവൻ എന്താണ് നമ്മളെ ശപിച്ച് തള്ളുന്ന, ഇത്രയും മാരകമായ ഒരു തിന്മ ഒരു സാമാന്യം ഒരു നല്ല വ്യക്തിത്വമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം, അതിന് പിന്തിരിയാൻ ആവശ്യപ്പെടണം. ഇനി ചികിത്സ വേണമെങ്കിൽ നല്ല ഏതെങ്കിലുമൊക്കെ ചെസ്റ്റിൻ്റെ നല്ല ഡോക്ടറെ കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾ നല്ല മരുന്നുകൾ പറഞ്ഞു തരും, നിർത്താൻ പറ്റും. ഒരു പക്ഷേ ഒരു 2, 3, 4 ആഴ്ച നിർത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെട്ടു പോകാനും പറ്റും. അപ്പോൾ അതിന് ഉപദേശിക്കാം. ഈ നിർത്താൻ കഴിയൂല എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, അതെ, അപ്പോൾ അദ്ദേഹം സ്ഥിരമായി വലിച്ചുകൊണ്ടിരിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിലിരിക്കുക, പുക വലിച്ചുകൊണ്ടിരിക്കുക, അതാണ് പരിപാടി. പല കുടുംബത്തിലെ പല ആളുകളും, അങ്ങാടിയിലെ ആളുകളൊക്കെ അദ്ദേഹത്തോട് പറയും ഇതിങ്ങനെ വലിക്കണം ദോഷമാണ് ഒക്കെ പറയും, പക്ഷേ നിർത്തിയില്ല. പക്ഷേ അദ്ദേഹം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നിർത്തി. അത് ഒരു അറ്റാക്ക് വന്നു, ഡോക്ടർക്ക് പോയി 2 ദിവസം ICUയിൽ കിടന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പം രക്ഷപ്പെട്ടു, ഇനി പുക വലിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം ആ പുകവലി നിർത്തും. നമ്മൾ സ്വയം നിർത്തുന്നില്ലെങ്കിൽ അത് നിൽക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യും, ഉണ്ടാവും, വരും.